ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. അപ്പൊ നമ്മുടെ ഡിഗ്രി പ്രിലിമിനറി എക്സാമിന്റെ 2 ടയർ എക്സാം ഡേറ്റ്സ് ഡിക്ലെയർ ചെയ്തു അല്ലെ. മെയ് 2-ാം തീയതിയാണ് എക്സാം. അപ്പൊ കുറച്ച് പേരൊക്കെ ഇപ്പൊ ഓൾറെഡി ബുക്കൊക്കെ അടച്ചു വെച്ചു. ഇനിയിപ്പോ ഇത്ര ദിവസമേ ഉള്ളൂ, എന്തായാലും പഠിച്ചാൽ തീരില്ല. സോ നമുക്കിത് ഡ്രോപ്പ് ചെയ്യാം എന്ന ഉദ്ദേശത്തോടു കൂടി ഒരുപാട് പേര് നമ്മുടെ എക്സാംസ് ഒക്കെ പഠനം നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ അവർക്കുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾ നിർത്തിവെക്കുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. നിർത്തിവെക്കുന്നതിന് മുമ്പ് ഓക്കെ. സോ ആദ്യം തന്നെ മനസ്സിലാക്കുക, കേരളത്തിലെ ഇപ്പൊ വന്നിരിക്കുന്ന ഡിഗ്രി പ്രിലിംസ് വിജ്ഞാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ വിജ്ഞാപനം വന്ന വർഷമാണിത്. അതായത് 3000-ലധികം വേക്കൻസീസിലേക്കാണ്, മിനിമം 3000 വേക്കൻസീസിലെങ്കിലും ഉള്ള തസ്തികകളൊക്കെയാണ് ഇപ്പൊ നമുക്ക് എന്ത് വന്നിരിക്കുന്നത്, ഡിഗ്രി പ്രിലിമിനറി നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇനി ഇതുപോലൊരു ഇത്രയും വലിയൊരു നോട്ടിഫിക്കേഷനും ഇത്രയധികം നിയമന സാധ്യതയും വരണമെങ്കിൽ വീണ്ടും ഒരു 3 വർഷം തന്നെ എടുക്കും. ഓക്കെ, എന്തുകൊണ്ടാന്ന് നോക്കിക്കേ, ഇത്രയധികം വേക്കൻസീസ് ആണ് അവിടെ വരുന്നത്. ഒന്ന് SBCID നേരത്തെ വന്നതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. എക്സൈസ് ഇൻസ്പെക്ടർ, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ്, അതുപോലെ തന്നെ കമ്പനി ബോർഡാണ് ഈ 2 നോട്ടിഫിക്കേഷൻസ് വരുന്നത്. ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, അസിസ്റ്റന്റ് ജയിലർ ഗ്രേഡ് 1, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, സൂപ്പർവൈസർ വേരിയസ് ഡിപ്പാർട്ട്മെന്റ്, ജൂനിയർ അസിസ്റ്റന്റ് കാഷ്യർ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിംഗ് സർവീസ്. അപ്പൊ ഇത്രയും വേക്കൻസീസിലേക്ക് ആദ്യമായിട്ടാണ് ഒരുമിച്ച് ഡിഗ്രി പ്രിലിംസ് വിജ്ഞാപനം വന്നിരിക്കുന്നത്. അപ്പം ഡ്രോപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അത് ആദ്യം മനസ്സിലാക്കണം. ഇനി ഇത്രയും ബൾക്കായിട്ടുള്ള ഒരു വേക്കൻസി വരണമെങ്കിൽ വീണ്ടും 3 വർഷമെങ്കിലും എടുക്കും. ഇനി നമുക്ക് നോക്കിക്കേ, ഇതിന്റെ എക്സാം ഡേറ്റ്സ് എന്നാണ് എന്നുള്ളത്. ഫസ്റ്റ് ടയർ എക്സാമിന്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് മെയ് 2-ാം തീയതിയാണ്. ഹാൾ ടിക്കറ്റ് ഏപ്രിൽ 18-ാം തീയതി നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. 40 ദിവസമാണ് ഇനി നമ്മുടെ മുന്നിലേക്കുള്ളത്. രണ്ടാമത്തെ ടയർ എക്സാം എന്ന് പറയുന്നത് 16-ാം തീയതി, മെയ് 16-ാം തീയതിയാണ് നമ്മുടെ സെക്കൻഡ് ടയർ വരുന്നത്. അവിടെയും നമ്മുടെ ഹാൾ ടിക്കറ്റ് വരുന്നത് മെയ് 2-ാം തീയതിയാണ്. ആൻഡ് തേർഡ് ടയർ ജൂണിലായിരിക്കും. ഏകദേശം ഫസ്റ്റ് ടയറിലേക്ക് 40 ദിവസവും സെക്കൻഡ് ടയറിലേക്ക് 52 ദിവസവും നമ്മുടെ മുന്നിലുണ്ട്. നമുക്ക് വിചാരിക്കാം നമുക്ക് ഫസ്റ്റ് ടയറിലാണ് എക്സാം, അതിന് ശേഷം കിട്ടുന്ന ഓരോ ദിവസവും നമുക്ക് എന്ത് തന്നെയാണ്, ബോണസ് തന്നെയാണ് അല്ലെ, ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ്. അപ്പൊ ആദ്യത്തെ ടയർ എക്സാം എന്ന് പറയുന്നത് നമുക്ക് എന്താന്ന് വിചാരിക്കാം, നമ്മുടെ എക്സാം ആണെന്ന് തന്നെ വിചാരിക്കാം. 40 ദിവസമാണ് നമ്മുടെ മുന്നിലുള്ള പഠിക്കാനുള്ള ദിവസം. ഈ 40 ദിവസത്തിൽ നമുക്ക് എന്ത് വരുന്നുണ്ട്, വിഷു ഈസ്റ്റർ ഒക്കെ വരുന്നുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എങ്കിൽ പോലും നമ്മുടെ മുന്നിൽ ഏകദേശം 40 ദിവസം ഉണ്ട്. ഈ 40 ദിവസത്തിനെ എങ്ങനെ പ്രൊഡക്റ്റീവ് ആക്കാം, അതോടൊപ്പം തന്നെ ഏത് ഭാഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാം, അതിനാദ്യം നമുക്ക് കൃത്യമായിട്ട് വേണ്ട ഒരു സ്റ്റഡി സ്ട്രാറ്റജിയാണ്. ഈ സ്റ്റഡി സ്ട്രാറ്റജിക്ക് മുൻപായിട്ട് നമ്മൾ എന്ത് മനസ്സിലാക്കണം, എത്ര മാർക്ക് കിട്ടിയാൽ നമുക്കിത് ക്വാളിഫൈ ചെയ്യണം എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് നോക്കിക്കേ, കഴിഞ്ഞ പ്രാവശ്യങ്ങളിലെ കട്ട് ഓഫുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇപ്പൊ സെക്രട്ടറി അസിസ്റ്റന്റ് 2022 47.56, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് 50.59, അതുപോലെ തന്നെ കമ്പനി ബോർഡ് 43.33, LSTD 49.73, കേരള ബാങ്ക് 45, സെക്രട്ടറി അസിസ്റ്റന്റ് 2025 46.7. അപ്പൊ ഇവിടുത്തെ ഈ കട്ട് ഓഫുകളൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്, നമുക്കൊരു 55 മാർക്ക് മാക്സിമം, അതുവരെ പോകണ്ട, കാരണം 50 മാർക്കിന് മേലേക്ക് കട്ട് ഓഫ് പോയിട്ടില്ല അല്ലെ. അപ്പൊ നമുക്കൊരു 55 മാർക്ക് മാക്സിമം നമുക്ക് വേണം. എന്തിന്, ഇത് ക്രാക്ക് ചെയ്യാനായിട്ട്, ഡിഗ്രി പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാനായിട്ട്. അത് നമുക്ക് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരാം. ഓക്കെ, സോ നമ്മൾ പഠിക്കുന്ന എത്ര മാർക്കിന് വേണ്ടിയിട്ടാണ്, മിനിമം നമുക്കൊരു 55, ഒരു 60 ടാർഗറ്റ് ചെയ്താൽ അത്രയും നല്ലത്. നമുക്കൊരു 55-ൽ പിടിക്കാം. 55 മാർക്കിന് മേലെ ഉണ്ടെങ്കിൽ നമ്മളിത് ക്വാളിഫൈ ചെയ്യും. ശരിയാണ്, നോട്ടിഫിക്കേഷന് മുൻപ് നമ്മൾ എടുത്തിരുന്ന സ്ട്രാറ്റജി എന്താണ്, ഡിഗ്രി പ്രിലിംസിനും മെയിൻസിനും ഒരുമിച്ച് പഠനം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള. ഇനി അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ 40 ദിവസം പ്രിലിംസ് ക്വാളിഫൈ ചെയ്യുക. ഈ പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്, അതൊട്ടും ചെറുതല്ല. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് മെയിൻസിലേക്ക് പഠിക്കാൻ ഒരു എനർജി കിട്ടും. മറ്റുള്ള PSC പരീക്ഷകൾക്ക് വേണ്ടി ട്രൈ ചെയ്യാൻ പറ്റും അല്ലെ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ വരുന്ന എക്സാമിനെ ക്വാളിഫൈ ചെയ്യാനുള്ള വഴികളാണ് ആദ്യം നോക്കേണ്ടത്. കൃത്യമായിട്ടൊരു സ്റ്റഡി സ്ട്രാറ്റജി വേണം. ആ സ്റ്റഡി സ്ട്രാറ്റജി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം തന്നെ എന്താ, ചെയ്യാൻ പാടില്ലാത്ത കാര്യം നമുക്ക് നോക്കാം അല്ലെ. ചെയ്യാൻ പാടില്ലാത്ത കാര്യം നോക്കുവാണെന്നുണ്ടെങ്കിൽ മക്കളെ, ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ സിലബസ് കംപ്ലീഷൻ എന്ന് പറയുന്ന സാധനത്തിൽ ഇനി ഫോക്കസ് ചെയ്യരുത്. അതല്ല വേണ്ടത്. ശരിയാണ്, നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മൾ പഠിച്ചു തുടങ്ങും, നമ്മൾ വ്യക്തമായിട്ടുള്ള സിലബസിനെ ബേസ് ചെയ്ത് തന്നെയാണ് പഠിക്കുന്നത്, സമ്മതിച്ചു. പക്ഷെ ഇനി നിങ്ങളുടെ മുന്നിൽ എന്തുണ്ട്, ഒരു 40 ദിവസം മാത്രമാണുള്ളത്. ഈ 40 ദിവസത്തിൽ നമ്മൾ എന്ത് ചെയ്യരുത്, സിലബസ് കംപ്ലീറ്റ് ചെയ്യണം എന്ന വാശിയോടുകൂടി, അല്ലെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്ത് നമ്മൾ ഒരിക്കലും പഠിക്കരുത്. ഓക്കെ, സിലബസ് കംപ്ലീഷൻ അല്ല നമ്മുടെ ലക്ഷ്യം. ഫോക്കസ് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ പഠിക്കണം. ഓക്കെ, രണ്ടാമത്തെ കാര്യം പെർഫെക്ഷനിസം. നമ്മളിൽ പലർക്കും ഉള്ളൊരു പ്രത്യേകതയാണ്, ഇപ്പൊ എനിക്കുള്ളൊരു സ്വഭാവമാണ്. എന്താ, നമ്മളൊരു കാര്യം പഠിച്ചാൽ അത് നന്നായിട്ട് പഠിച്ചിട്ട് അടുത്തതിലോട്ട് പോകത്തുള്ളൂ, അല്ലെങ്കിൽ നോട്ട് എഴുതും, ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കും, ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് അടുത്തതിലോട്ട് പോകുക എന്നൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ പലരും പഠിക്കാറ്.
നല്ല കാര്യമാണ്. പക്ഷെ ഇനിയുള്ള 40 ദിവസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പഠിക്കാനായിട്ട് പറ്റൂല. ഓക്കെ, പെർഫെക്ഷനിസം അല്ല വേണ്ടത്. പഠിക്കുക, ഒപ്പം റിവൈസ് ചെയ്യുക. നമ്മൾ എത്ര പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചാലും റിവിഷൻ ഇല്ലാതെ വണ്ടി മുന്നോട്ട് പോകില്ല. സോ നമ്മൾ പഠിക്കണം, അതോടൊപ്പം തന്നെ റിവൈസും ചെയ്യണം. ഈ 2 കാര്യങ്ങൾ നമ്മൾ പാരലലി കൊണ്ടുപോവുക. സോ പെർഫെക്ഷനിസവും സിലബസ് കംപ്ലീഷനും അല്ല ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ പാലിക്കേണ്ട സ്ട്രാറ്റജി എന്ന് പറയുന്നത്. എന്താണ് നമ്മൾ പഠിക്കേണ്ടത്? ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ എന്ത് ചെയ്യുക, പ്രിലിംസിന്റെയും മെയിൻസിന്റെ സിലബസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ആ കമ്പയർ ചെയ്യുന്നവർക്ക് മനസ്സിലാവും. ഇപ്പൊ സെക്രട്ടറി അസിസ്റ്റന്റ് ഒക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ്. പ്രിലിംസിന്റെ അതേ പേപ്പർ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ വ്യത്യാസം വരുത്തിക്കൊണ്ടാണ് മെയിൻസിൽ വരുന്നത്. അതായത് നിങ്ങളിപ്പോൾ പ്രിലിംസിന് പഠിക്കുന്ന എല്ലാം തന്നെ നിങ്ങൾക്ക് എവിടെ വേണം, മെയിൻസിൽ വേണം. സോ തീർച്ചയായിട്ടും നമുക്ക് നന്നായിട്ട് തന്നെ പഠിക്കണം. അതൊരു പോയിന്റ് ആണ്. രണ്ടാമത്തെ കാര്യം, എന്താണ് ഇതിന്റെ റാങ്ക് മേക്കിംഗ് സബ്ജക്ട്സ് എന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നോക്കിക്കേ, ഇതാണ് ഇവിടുത്തെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ജനറൽ നോളജ് നോക്കുവാണെങ്കിൽ 10 ഹിസ്റ്ററി, ജോഗ്രഫി 5, എക്കണോമിക്സ് 5, സിവിക്സ് 5, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5, ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സ് 10, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 5, സയൻസ് ആൻഡ് ടെക്നോളജി 5, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി 20, ജനറൽ ഇംഗ്ലീഷ് 20, മലയാളം 10 അല്ലെ. സോ ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ റാങ്ക് മേക്കിംഗ് സബ്ജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെയാണ് എന്ത് കിടക്കുന്നത്, നിങ്ങളുടെ റാങ്ക് മേക്കിംഗ് സബ്ജക്റ്റ് കിടക്കുന്നത്. MEM ഡിഗ്രി പ്രിലിംസിന് നമ്മൾ പാലിക്കേണ്ട സ്ട്രാറ്റജി എന്താണ്? MEM മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. ഞാൻ ഇംഗ്ലീഷ് എടുക്കുന്ന ഒരു അധ്യാപികയാണ്, അതുകൊണ്ടല്ല ഞാനിത് പ്രൊമോട്ട് ചെയ്യുന്നത്. മനസ്സിലാക്കുക, ഇത് ഏത് സബ്ജക്ട് പഠിപ്പിക്കുന്ന അധ്യാപകരുടെയും സ്ട്രാറ്റജി ഇത് തന്നെയാണ്, MEM. കാരണം 20 മാർക്ക് മാത്സ്, 20 മാർക്ക് ഇംഗ്ലീഷ്, 10 മാർക്ക് തമിഴ്, മലയാളം. അതായത് 50 മാർക്ക് അവിടെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് എത്ര വേണം ക്വാളിഫൈ ചെയ്യാനായിട്ട്? 55 മാർക്കാണ് നമ്മുടെ മനസ്സിലുള്ള ടാർഗറ്റ്. അതിൽ 50 മാർക്ക് എവിടെ കിടപ്പുണ്ട്? ഇവിടെ കിടപ്പുണ്ട്. ഇനി ഈ 50 മാർക്ക് ടഫ് ആയാൽ എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും? കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള ഡിഗ്രി പ്രിലിംസ് പരീക്ഷകളുടെ സിലബസ് എടുത്ത് നോക്കിയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭയങ്കര ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ നിന്ന് വരാറില്ല. തീർച്ചയായിട്ടും 1-2 ക്വസ്റ്റ്യൻ വരാറുണ്ടെങ്കിൽ പോലും കൃത്യമായിട്ട് പഠിച്ചാൽ, കൺഫ്യൂസിങ് ഏരിയാസ് അവോയ്ഡ് ചെയ്താൽ നിങ്ങൾക്ക് ഈ 50 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ 50 മാർക്കിൽ നിങ്ങളൊരു 10 മാർക്ക് പോട്ടെ എങ്കിൽ പോലും നിങ്ങൾക്ക് 40 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയാൽ ബാക്കി നിങ്ങൾക്ക് എത്ര മാർക്ക് വേണം? 15 മാർക്ക് വേണം. ഈ 50 മാർക്ക് സ്കോർ ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയൊരു ഇഷ്യൂ ഞാൻ പറയട്ടെ. കുറച്ച് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മാത്സ് ഭയങ്കര പാടാണ്, ചിലരെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് ഭയങ്കര പാടാണ്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. മാത്സും ഇംഗ്ലീഷും ചില കാര്യങ്ങൾ പഠിച്ചാൽ ഉറപ്പായിട്ട് ചോദിക്കും. അത് സ്റ്റാറ്റിക് പോർഷൻസ് ആണ്, എപ്പോഴും അത് ചോദിക്കും. അത് ചോദിക്കാതെ ഇരിക്കില്ല. കാരണം 20 മാർക്ക് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ നമുക്ക് ആകെ പഠിക്കാനുള്ളത് 20-25 ടോപ്പിക്കാണ്. ഇതിൽ വൊക്കാബുലറി ആയിരിക്കും പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവുക. പക്ഷെ ഈ വൊക്കാബുലറിയിൽ തന്നെ എലിമിനേറ്റ് ചെയ്ത ആൻസറിലേക്ക് എത്താൻ നമുക്ക് പറ്റും. അതേപോലെ ഗ്രാമറിലും 20 മാർക്കിൽ സുഖമായിട്ട് ഒരു 17 മാർക്ക് കണ്ണും പൂട്ടി നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ് ഇംഗ്ലീഷ്. മര്യാദയ്ക്ക് പഠിച്ചാൽ, സബ്ജക്റ്റിന്റെയും സെന്റൻസിന്റെയും ഭംഗി നോക്കി ആൻസർ ചെയ്യാൻ നോക്കിയാൽ കിട്ടില്ല, അത് ഉറപ്പാണ്. പക്ഷെ കറക്റ്റ് ആയിട്ടുള്ള റൂള് പഠിച്ച് ആൻസർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അവിടുത്തെ 20 മാർക്കിൽ ഒരു 17 മാർക്ക് മിനിമം കിട്ടും. ഓക്കെ, സോ ഇവിടെ എല്ലാം കൂടെ നിങ്ങൾക്കൊരു 40 മാർക്കേ കിട്ടിയുള്ളൂ എന്ന് വിചാരിക്കും. എല്ലാവർക്കും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ 40 മാർക്കിന് മേലെ എന്തായാലും കിട്ടും. ഓക്കെ, എന്നാലും നിങ്ങൾക്ക് 40 മാർക്ക് അല്ലെങ്കിൽ 38 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കൂ. നിങ്ങൾക്ക് മുന്നിലേക്ക് ഇനി എത്ര മാർക്കിന് ദൂരവും കൂടിയുണ്ട്? തീർച്ചയായിട്ടും 40 ആണെങ്കിൽ 15 മാർക്ക്, 38 ആണെങ്കിൽ 17 മാർക്ക്. അതായത് 15 മുതൽ 17 മാർക്കാണ് ഇനി നമ്മുടെ ടാർഗറ്റ് അല്ലെ. ഇതിനെ എങ്ങനെ പഠിക്കാം നോക്കിക്കേ. അവിടെ തീർച്ചയായിട്ടും നമ്മൾ ഈ സബ്ജക്ട്സിലോട്ട് പോകണം. ഈ സബ്ജക്ട്സിൽ കൃത്യമായിട്ട് ഉറപ്പായിട്ട് ചോദിക്കുന്ന ചില ഭാഗങ്ങളുണ്ട് അല്ലെ. ഇപ്പൊ SCERT പാഠപുസ്തകങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പൊ ക്വസ്റ്റ്യൻസ് വരുന്നത് തന്നെ. അതിൽ തന്നെ ഹിസ്റ്ററിയിൽ കൃത്യമായിട്ട് ഇത് പഠിപ്പിക്കുന്ന അധ്യാപകരാകുമ്പോൾ അവർക്ക് ആ പാറ്റേൺ അറിയാൻ പറ്റും. ഇപ്പൊ എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ല അനലൈസ് ചെയ്യുന്നത്. കുറച്ചധികം നാളുകളായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുമ്പോൾ ഏത് പാറ്റേണിന് പ്രാധാന്യം കൊടുക്കണം, അല്ലെങ്കിൽ ഏതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഏതിനെ മാറ്റി നിർത്തണം, എല്ലാം പഠിക്കുക എന്നുള്ളതല്ല ഇവിടെ നമ്മൾ എടുക്കേണ്ട സ്ട്രാറ്റജി. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് എടുക്കേണ്ടത് കഴിഞ്ഞ ഒരു 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് അനലൈസ് ചെയ്യുക. അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുക അതൊരു എക്സ്പേർട്ട് മെന്റർ തന്നെ അനലൈസ് ചെയ്യണം. കാരണം എന്തുകൊണ്ടാണ് ഇത് ഇത്ര ഉറപ്പിച്ച് പറയുന്നത് വെച്ചാൽ, കഴിഞ്ഞ 10 വർഷമായിട്ട് 2016 മുതൽ ഞങ്ങൾ ഈ മേഖലയിലുണ്ട്. 10 വർഷമായിട്ട് ഞങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ പേപ്പർ ടീം തന്നെയാണ്, അല്ലെങ്കിൽ GK ടീം തന്നെയാണ്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ എല്ലാ എക്സാംസും, അതിപ്പം PSC എക്സാംസ് ആയിക്കോട്ടെ, HSST, HSA, whatever, എന്ത് എക്സാംസ് ആണെങ്കിലും ഓരോ എക്സാമിന്റെ GK പാർട്ടിന്റെയും ഒരു സ്വഭാവം
അറിഞ്ഞു പഠിപ്പിക്കുന്ന അധ്യാപകരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതും ബാക്കി 15 മുതൽ 17 മാർക്കിന് ഫോക്കസ് ഏരിയാസിനെ ഐഡന്റിഫൈ ചെയ്യുക. അവിടെ തന്നെ നമുക്കൊരു സ്ട്രെങ്ത് ഉണ്ടാവും. ഇപ്പം സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എക്കണോമിക്സ് ഭയങ്കര പാടാണ്. കാരണം എക്കണോമിക്സിന് അവിടെ കറണ്ട് അഫയേഴ്സ് കയറി വരും. സോ അതിനവിടെ ഒരുപാട് സമയം നിങ്ങൾ കളയരുത് അല്ലെ. എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ 5 മാർക്ക് ഉണ്ട്. അപ്പൊ അവിടെയല്ല നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഒരുപക്ഷെ നിങ്ങൾക്ക് പഠിച്ചാൽ കിട്ടുന്നത് ഹിസ്റ്ററി ആണെങ്കിൽ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുക. സോ നിങ്ങളുടെ സ്ട്രെങ്ത് ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം നിങ്ങൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. പിന്നെ സർവോപരി PYQs മനസ്സിലാക്കി വേണം പഠിക്കാൻ. PYQs ആവർത്തിക്കും എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. പക്ഷെ PYQs നോക്കുമ്പോൾ ഏത് ഭാഗത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാവും. ഇനി നോക്കിക്കുക. അപ്പൊ റാങ്ക് മേക്കിംഗ് സബ്ജക്ട്സ് നമ്മൾ പറഞ്ഞു, എന്താ ടോപ്പിക്സ് ടു ബി ഫോക്കസ്ഡ് പറഞ്ഞു, ആൻഡ് മോഡൽ എക്സാംസ് പ്രാക്ടീസ് ചെയ്യണം. ഒരിക്കലും മോഡൽ എക്സാംസിനെ PYQs ആയിട്ട് തെറ്റിദ്ധരിക്കരുത്. അതല്ല മോഡൽ എക്സാംസ് എന്ന് പറയുന്നത്. മോഡൽ എക്സാംസ് എന്ന് പറയുന്നത് PYQs ബേസ് ചെയ്ത് അടുത്ത ഒരു എക്സാമിന് എന്ത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ വരും എന്ന് കൃത്യമായിട്ട് എക്സ്പേർട്സ് ആയിട്ടുള്ള അധ്യാപകർ പ്രിപ്പയർ ചെയ്യുന്ന മോഡൽ എക്സാംസ് ആണ് നിങ്ങൾ ചെയ്ത് നോക്കേണ്ടത്. അത് ചെയ്ത് നോക്കി, അത് വെറുതെ ചെയ്ത് നോക്കുകയല്ല, അത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചില ചോദ്യങ്ങളുടെ ഉത്തരം തെറ്റായിരിക്കും. അതെന്തുകൊണ്ട് തെറ്റി, അതിനെങ്ങനെ കറക്റ്റ് ചെയ്യാം എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു പാറ്റേൺ ആണ് എവിടെ വേണ്ടത്, ഈ പറയുന്ന മോഡൽ എക്സാമിൽ നിങ്ങൾ പാലിക്കേണ്ടത്. വെറുതെ ചെയ്തു പോവുക എന്നുള്ളതല്ല. അപ്പൊ ഈ 40 ദിവസം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ മിറാക്കിൾ ബാച്ച്, നമ്മുടെ ഡിഗ്രി പ്രിലിംസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള മിറാക്കിൾ ബാച്ച്, ഈ പേര് കഴിഞ്ഞ വർഷവും വളരെയധികം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയതാണ്. ഏറ്റവും കൂടുതൽ റിസൾട്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ച ഒരു ബാച്ചാണ് മിറാക്കിൾ ബാച്ച്. അതെന്തുകൊണ്ടാണ് അതിന്റെ സവിശേഷത എന്ന് വെച്ചാൽ, അയ്യോ ഇനി പഠിച്ചാൽ കിട്ടില്ലല്ലോ എന്ന് പറയുന്ന കുട്ടികൾക്ക് കൃത്യമായ സ്ട്രാറ്റജിയോടുകൂടി പഠിപ്പിക്കുന്ന ഒരു ബാച്ചാണ്. അപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ മിറാക്കിൾ ബാച്ച് എക്സ്ക്ലൂസീവ്ലി ഫോർ ഡിഗ്രി പ്രിലിംസ് കാൻഡിഡേറ്റ്സിനായിട്ടുള്ളത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8589083568. ഒരു സബ്ജക്റ്റും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളതാവില്ല. വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും, നിസ്സാരമായിട്ട് പഠിക്കാൻ പറ്റും. 10ാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളുടെ ബിഗ് ഡേയ്സ് തന്നെയാണ്. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ബിഗ് ഡേയ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ബിഗ് ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് ദിവസവും കൂടി ഉള്ളൂ. കോഴ്സസിന് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫീ ഡിസ്കൗണ്ട്സിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, വേഗം ജോയിൻ ചെയ്യുക. വളരെ കുറച്ച് ദിവസം മാത്രമുള്ളൊരു ഓഫറാണ് CC ബിഗ് ഡേയ്സ് എന്ന് പറയുന്നത്. നമ്മുടെ 10ാം വർഷത്തെ ആനിവേഴ്സറി സെലിബ്രേഷന്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലെല്ലാവരും പങ്കുചേരുക. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഒരു ടേണിംഗ് പോയിന്റ് തന്നെയായിരിക്കും ഈ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഈ വീഡിയോ എത്തിക്കുക. വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.